CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയവുമായി തിരുവല്ല അമൃത വിദ്യാലയം. പരീക്ഷ എഴുതിയ 60 വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടിയപ്പോൾ 10 കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്കും നേടി വിദ്യാലയത്തിന്റെ കീർത്തി വാനോളം ഉയർത്തി. ഇത്തവണത്തെ 10ാം ക്ലാസ് CBSE പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 100% വിജയമെന്ന തിളക്കമാർന്ന നേട്ടമാണ് തിരുവല്ല അമൃത വിദ്യാലയത്തെ തേടിയെത്തിയത്. പരീക്ഷ എഴുതിയ 60 കുട്ടികളിൽ 9 പേർ 95% മുകളിലും 18 പേർ 90% മുകളിലും മാർക്ക് നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 10 കുട്ടികൾ 100-ൽ 100 മാർക്കും നേടിയെന്നതാണ്. 99.4% മാർക്ക് നേടിയ പാർവതി അജയൻ, ദേവപ്രഭ എസ് എന്നിവർ വിദ്യാലയത്തിലെ മിന്നും താരങ്ങളായി. ആദ്യമായിട്ട് ഞാൻ ഈ വിജയം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. ടീച്ചേഴ്സിൻ്റെ എഫേർട്ടും അവരുടെ സപ്പോർട്ടും കാണുകയാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ പറ്റിയത്. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും പിന്നെ എൻ്റെ പേരൻസ് ആണെങ്കിലും അവരാണെങ്കിലും ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഇത്ര ഒരു വലിയ വിജയം നേടുവാൻ വേണ്ടി. ആദ്യമായിട്ട് പറയാനുള്ളത് അമ്മയുടെ കൃപ കാരണമാണ് ഇതെല്ലാം സാധിച്ചത്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ മാമും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിൽ രാത്രി വിളിച്ച് ചോദിച്ചാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ എൻ്റെ പേരൻസിൻ്റെ എല്ലാം സപ്പോർട്ട് കാരണമാണ്. എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു. എന്നും റിവിഷൻ ഉണ്ടായിരുന്നു. റെഗുലർ റിവിഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വിദ്യാലയത്തിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയാണ് ഈ വിജയത്തിന് ആധാരമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഇവരുടെ വിജയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി ആയിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എല്ലാത്തിനും പഠിത്തത്തെയും കലകളെയും എല്ലാം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം അധ്യാപകരും മാനേജ്മെൻറ്റും സ്കൂൾ നമ്മുടെ മാം എസ്പെഷ്യലി നമ്മുടെ പ്രിൻസിപ്പൽ മാം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 96-ലാണ് അമൃത വിദ്യാലയം തിരുവല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതലൊരു വലിയ നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്കൂളാണ്. പിന്നെ കുട്ടികൾക്ക് പരമാവധി സ്ട്രെയിൻ കുറച്ച് ഉള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ കൊടുക്കാറുള്ളത്. ഒരുപാടങ്ങ് സ്ട്രെസ് ചെയ്യിക്കാറില്ല. ഇപ്രാവശ്യം നല്ല ഒരു വിജയ ശതമാനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മോൾക്കുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളോട് എല്ലാ ടീച്ചേഴ്സിനും വളരെയധികം സ്നേഹവും കാര്യമൊക്കെ ഉണ്ട്. നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുന്നതാണ് കുട്ടികളുടെ വിജയത്തിന് പിന്നിലെന്ന് അധ്യാപകർ പറഞ്ഞു. ഞങ്ങൾ അധ്യാപകർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും വളരെ ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠയോടെയും ജീവിതത്തിൽ പിന്തുടരുന്നു എന്നതാണ് ഇവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠന മികവിൽ പ്രകടിപ്പിച്ചവരാണ് ഇവർ 2 കുട്ടികളും. പഠനത്തിൽ മാത്രമല്ല കലാരംഗത്തും വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടവർ. ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും സമ്മാനങ്ങൾ നേടിയ അഭിമാനം കുട്ടികളാണ് ഇവർ 2 പേരും. അധ്യാപകർ നൽകുന്ന ആസൂത്രിതമായ പരിശീലനവും കുട്ടികളുടെ ചിട്ടയായ പരിശ്രമവും ഒപ്പം രക്ഷിതാക്കളുടെ സഹകരണവുമാണ് വിജയത്തിന് പിന്നിലെന്ന് പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശാന്തിതാമൃത ചൈതന്യ പറഞ്ഞു. വളരെ സന്തോഷം നൽകുന്ന റിസൾട്ട് തന്നെയാണ് നമ്മുടേത്. ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. ടീച്ചേഴ്സ് നല്ല പ്ലാനിങ്ങോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുന്ന പരിശീലനം, ഒപ്പം കുട്ടികളുടെ ചിട്ടയായ പരിശ്രമം, അതിനോടൊപ്പം പാരൻസിൻ്റെ സഹകരണം, ഇതെല്ലാമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതിനെല്ലാം ഉപരി ഈ പരിശ്രമങ്ങൾക്ക് അമ്മ ചൊരിഞ്ഞ മഹാകൃപ, അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ യഥാർത്ഥ കാരണവും. മുൻകൂട്ടി തയ്യാറാക്കിയ കേന്ദ്രീകൃത സംവിധാനമാണ് വിദ്യാർത്ഥികളെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ സഹായിച്ചതെന്ന് അധ്യാപകർ പ്രതികരിച്ചു. നമ്മുടെ അമൃത വിദ്യാലയത്തിൻ്റെ അക്കാഡമിക്സ് മികവുറ്റതാണ്. അതിനുവേണ്ടി സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് അക്കാഡമിക് മെൻറ്ററായ കവിത മാമിൻ്റെ ഗൈഡൻസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒരു ടീം തന്നെ നമുക്കുണ്ട്. ഓരോ അക്കാഡമിക് ഇയറിലെ എല്ലാ ആക്ടിവിറ്റീസും എക്സാമുകളും കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ഇയറിലെ അക്കാഡമിക് ഇയറിലെ മാർച്ച് വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ടീച്ചേഴ്സിന് ട്രെയിനിങ് സെഷനുകൾ നടത്തി വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 2 തവണ അക്കാഡമിക് ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ട്. കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും വർക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിന് ഓരോരുത്തർക്കും പ്രത്യേക നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. അമ്മയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനായി പഠനത്തോടൊപ്പം സ്വഭാവ രൂപീകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടത്തി വരുന്നത്. എല്ലാറ്റിനും ഉപരിയായി അമ്മ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അമൃത വിദ്യാലയങ്ങൾ എന്നും മികവുറ്റതായി നിലകൊള്ളുന്നത്. ലോകാരാധ്യയായ അമ്മയുടെ അപാര കൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സുവർണ്ണ നേട്ടം കൈവരിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ
ഈ നേട്ടം അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. 98.8% മാർക്കോടെ ശ്രേയ ശ്രീകുമാർ, 96.2% മാർക്കോടെ പാർവതി കൃഷ്ണ എന്നിവരും മിന്നുന്ന വിജയം കരസ്ഥമാക്കി. ആകെ പരീക്ഷ എഴുതിയവരിൽ 44 കുട്ടികളും ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് വിജയിച്ചത്. കഠിനാധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഫലമായി ലഭിച്ച ഈ വിജയം തിരുവല്ല അമൃത വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.